വെളിപ്പാട് അധ്യായം 10. മേഘം ധരിച്ച് തലയിൽ മഴവില്ലണിഞ്ഞ് മുഖം സൂര്യനെപ്പോലെയും പാദങ്ങൾ അഗ്നിസ്തംഭം പോലെയും ഉള്ള ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകച്ചുരുൾ ഉണ്ടായിരുന്നു. അവൻ വലംകാൽ കടലിന്മേലും ഇടംകാൽ കരയിലും വെച്ചു. അവൻ സിംഹം അലറും പോലെ അത്യുച്ചത്തിലാർത്തു. അപ്പോൾ 7 ഇടിയുടെ ശബ്ദം മുഴങ്ങി. 7 ഇടിയുടെ ശബ്ദം മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതുവാൻ തുനിഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം എന്നോട് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. കടലിന്മേലും കരയിലുമായി നിൽക്കുന്ന വിധം ഞാൻ കണ്ട ദൂതൻ വലത്ത് കൈ ആകാശത്തേക്ക് ഉയർത്തി. എന്നിങ്ങനെ ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനും എന്നേക്കും ജീവിക്കുന്നവനുമായവന്റെ നാമത്തിൽ സത്യം ചെയ്തു പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട ശബ്ദം വീണ്ടും എന്നോട്, 7 ഇടിമുഴക്കത്തിലൂടെ പറഞ്ഞത് മുദ്രയിടുക, എഴുതരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. കടലിന്മേലും കരയിലുമായി നിൽക്കുന്ന വിധം ഞാൻ കണ്ട ദൂതൻ വലത്തുകൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി ഒട്ടും താമസിക്കേയില്ല. 7ാമത്തെ ദൂതൻ കാഹളമോതുവാൻ പോകുന്നു. ആ നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് അറിയിച്ചിരുന്ന പ്രകാരം നിറവേറും എന്നിങ്ങനെ ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനും എന്നേക്കും ജീവിക്കുന്നവനുമായവന്റെ നാമത്തിൽ സത്യം ചെയ്തു പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട ശബ്ദം വീണ്ടും എന്നോട്, നീ ചെന്ന് സമുദ്രത്തിന്മേലും കരയിലുമായി നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തക ചുരുൾ വാങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരണമെന്ന് അപേക്ഷിച്ചു. അവൻ എന്നോട്, ഇത് വാങ്ങി തിന്നുകൊള്ളുക, ഇത് നിന്റെ വയറ്റിൽ തേൻ പോലെ മധുരമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ആ ചെറുപുസ്തകം വാങ്ങി തിന്നു. അത് എന്റെ വായിൽ തേൻ പോലെ മധുരിച്ചെങ്കിലും തിന്നുകഴിഞ്ഞപ്പോൾ വയറ് കഴിച്ചുപോയി. പിന്നെ അവൻ എന്നോട്, നീ അനേകം ജനവിഭാഗങ്ങളെയും രാഷ്ട്രങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും പറ്റി പ്രവചിക്കണം എന്ന് പറഞ്ഞു.